ഓവർ തിങ്ക് വല്ലാണ്ട് കൂടുമ്പോൾ എൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങിയുള്ള ഒരു ക്ലീനിങ്. ഇതൊരു കൈൻഡ് ഓഫ് തെറാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 4 മണി ചായ കുടി എല്ലാം കഴിഞ്ഞ് ഞാൻ ബ്രൂസും കൂടെ പുറത്തേക്കൊന്ന് ഇറങ്ങി കേട്ടോ. ആദപ്പം കാർട്ടൂൺ കാണാനുള്ള തിരക്കിലാണ് കേട്ടോ, ഞങ്ങൾ ശല്യം ചെയ്യാൻ പോയില്ല. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഹായ് ഒക്കെ കൊടുക്കാനാണ് പറയുന്നത്, പക്ഷേ ചെക്കൻ്റെ കണ്ണും കാർട്ടൂണിലാണ് കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ ഉണങ്ങാനിട്ട പൊതിമടലുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് വെട്ടി പെട്ടിക്കോട്ടിലേക്ക് കയറ്റിയിടുകയാണ് കേട്ടോ. കാരണം അടിക്കടി മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് മുറ്റത്തോട്ട് വിശ്വസിച്ചിറക്കാനും പറ്റുന്നില്ല. അപ്പോഴാണ് അവൻ അവിടെ നിന്ന് ഒരു ഓലക്കീർ എടുത്തിട്ട് ഇതേ മമ്മി പാമ്പ് പാമ്പെന്ന് പറയുകയാണ് കേട്ടോ. എന്ത് ഇവന് സുരക്ഷൻ്റെ സുരക്ഷിതം പഠിക്കാനാണെന്നാണെന്ന് തോന്നുന്നു. ചെക്കൻ അല്ലെങ്കിൽ ഒരു പേടിയൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കൊന്നും പേടി ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ സമയം ഒരു 5 മണിയോട് അടുത്തിട്ടുണ്ടാകും കേട്ടോ. 1 മണിക്കൂർ കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ തന്നെ മഴക്കാറും ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് അപാര കൊതുകുകടിയാണ് കേട്ടോ. കൊതുകുകടി കൊണ്ട് നമുക്ക് നിൽക്കാനേ പറ്റില്ല കേട്ടോ. അങ്ങനെ കൊതുകുകളുടെ കൂട്ടം കൂടിയുള്ള സംസ്ഥാന സമ്മേളനത്തിന് മുന്നേ ഇത് എന്തെങ്കിലുമൊക്കെ അവസാനിപ്പിച്ച് പോകണമെന്നുണ്ട്. പക്ഷേ ബ്രൂസ് സമ്മതിക്കുന്നില്ല കേട്ടോ. അവനെൻ്റെ തൂമ്പയ്ക്കും പിന്നെ ആ മണ്ണുമാതിക്കൊക്കെ വേണ്ടി പിടുത്തമാണ് കേട്ടോ. എങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അവനെ മാറ്റി നിർത്തിയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വല്ലാണ്ട് ഓവർ തിങ്കിങ്ങും പിന്നെ മൂഡ് ഓഫൊക്കെ വരുമ്പോഴേക്കും ഞാൻ എൻ്റെ ഒരു മൈൻഡ് ഒന്ന് കാമാക്കാൻ അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് പോലെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ വക. അപ്പോഴാണ് ഒരു സൈഡിൽ നിന്ന് ചേട്ടനും അനിയനും കൂടി സൈക്കിളിൽ സർക്കസ് തുടങ്ങുന്നത്. പോയി എൻ്റെ സകല മൂടി ഈ പിള്ളേർ കളയും. ഒരു സമാധാനം ഇല്ലാത്ത പിന്നെ വെപ്രാളം പിടിച്ചുള്ള പണികളായിരുന്നു കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് വരുത്തിയതുപോലെയൊക്കെ ചെയ്തു വെച്ചു കേട്ടോ. അങ്ങനെ കിളച്ചും പറിച്ചും എൻ്റെ ആത്മാവ് വരെ പുറത്തിയാടി ഗീസ്. അങ്ങനെ എവിടുന്നൊക്കെ വലിച്ചഴിച്ചു കൊണ്ടുവന്ന മനസ്സിനതേ ഒറ്റ നിമിഷം കൊണ്ട് കളയുന്ന പരിപാടിയാണിത്. അങ്ങനെ സന്തോഷിച്ച് തുടങ്ങുന്ന പഠിത്തം പിന്നെ അവസാനം ജന്മശത്രുക്കളായിട്ടാണ് ഞങ്ങൾ വീഴുന്നത്. അങ്ങനെ എല്ലാ അഭ്യാസങ്ങൾക്ക് ശേഷം ഇതിങ്ങനെ ഒരു ലളിതമായ ഒരു അത്താഴം പ്രശ്നക്കാരുണ്ടോ?